എന്തിനായിരിക്കണം ദിലീപിന് ഇപ്പൊ താങ്കൾ പറയുന്നതനുസരിച്ചിട്ട് എന്തിനാ അത്രയും ഒരു തരത്തിലേക്ക് പോവേണ്ട ആവശ്യമുണ്ട്? വളർച്ച എന്ന് പറയുമ്പോൾ ഒരാളെ തകർക്കാൻ പല മാർഗ്ഗങ്ങളും നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്പി നാരായണൻ എന്ന് പറയുന്ന മനുഷ്യനെതിരെ ഇവിടെ കേസെടുത്ത് ഇട്ടതാരാ? അത് കേരള പോലീസ് തന്നെയല്ലേ? എത്രയോ കാലം ആ മനുഷ്യനെ വേട്ടയാടി. പിന്നീട് ഇപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് നാരായണക്കല്ലടിച്ച് കളഞ്ഞതിന് ശേഷം ഇന്ന് നമ്മളിരുന്നിട്ട് പറയുകയാണ് അയ്യോ അന്ന് കാണിച്ചത് ശരിയായില്ല. ഇപ്പം ദിലീപിനെ അവർ എവിടെയാണ് ദിലീപിനെ ഒതുക്കേണ്ടത്? കൊച്ചിയിലെ നഗരത്തിൽ മലയാള സിനിമയെ നിയന്ത്രിക്കത്തക്ക ഒരു ശക്തിയായി ദിലീപ് വളരുന്നു. ഇവനെ ഏത് വിധേനയും പണിയണം, ഇല്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടമാണെന്ന് കരുതി ഇപ്പുറത്ത് ഒരു സിനിമ പോലെ കണ്ടാൽ ഇപ്പുറത്ത് ഒത്തുകൂടുന്ന ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ അവരുടെ ആ ഒത്തുകൂടലിൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ അല്ല തകർക്കേണ്ടത്. ദിലീപ് എന്ന് പറയുന്ന സിനിമാ നടനെ, ദിലീപ് എന്ന് പറയുന്ന നിർമ്മാതാവിനെ, ദിലീപ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പ്രസിഡന്റ്, പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ശക്തൻ. ആ സമയത്ത് തിയേറ്റർ സംഘടന പൊളിയുന്നു. ലിബർട്ടി ബഷീറും സംഘടനാ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ലിബർട്ടി ബഷീറിനെ മാറ്റിക്കൊണ്ട് ദിലീപിൻ്റെ നേതൃത്വത്തിൽ പുതിയ തിയേറ്റർ സംഘടന വരുന്നു. അയാൾ അതിൻ്റെ പ്രസിഡൻ്റാവുന്നു. മലയാള സിനിമയുടെ ട്രഷറർ തുടങ്ങി സകല കാര്യങ്ങളിലും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരാൾ, അയാളെ ഏത് വിധേനയും തകർക്കണം, അയാളുടെ കരിയർ ഇല്ലാതാക്കണം എന്ന് കരുതി നോക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു കാരണം കിട്ടുകയാണ്. ആ കാരണത്തെ ഫോക്കസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവർ കരുതി കൂട്ടി കളിച്ചാലും അല്ലെന്ന് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതിലൂടെ സംഭവിച്ച് ആലോചിച്ച് നോക്കൂ. പരിപൂർണമായും ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ്റെ കരിയർ ഏറെക്കുറെ ഇന്നൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇല്ലാതായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സിനിമകൾ മോശമായതുകൊണ്ടാണ് പരാജയപ്പെട്ടത്, അല്ലാതെ പുള്ളിക്ക് ഈ ഒരു പ്രശ്നം ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരാളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തി ജീവിതം തകർത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ചിന്തകളെല്ലാം തന്നെ പാളിക്കൊണ്ടേയിരിക്കും. ഇനി ഈ കേസിൽ നിന്ന് പുള്ളിയെ കുറ്റവിമുക്തനാക്കിയെന്ന് വെച്ചോളൂ. ഇയാൾക്ക് ഈ നഷ്ടപ്പെട്ട കഴിഞ്ഞ 7-8 വർഷക്കാലം ആര് തിരിച്ചു കൊടുക്കും?